ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. നമ്മളിതേ ഒരു യാത്ര പുറപ്പെടുക കേട്ടോ. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ല നമുക്ക് 2 ദിവസത്തിനിടയ്ക്ക് ഒരു യാത്ര ഉണ്ടെന്ന്. അപ്പോൾ നമ്മളിതേ പോകാൻ വേണ്ടി പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഡ്രസ്സ് കഴിഞ്ഞ് സ്റ്റുഡിയോന്ന് എടുത്താൽ കേട്ടോ. എനിക്കും എടുത്തായിരുന്നു, മോൾക്കും എടുത്തു. മോൾക്കൊരു ജീൻസ് വാങ്ങാൻ പോയത്, അപ്പോൾ നമ്മളൊരു ടോപ്പും കൂടി എടുത്തു, പിന്നെ എനിക്കൊരു ഫ്രോക്ക് കൊടുത്തു. അത് കഴിഞ്ഞ് നമ്മളിതേ വാതിലൊക്കെ പൂട്ടിയിട്ട് അവളിതേ പെട്ടിയായിട്ട് പോകുന്നുണ്ട് അങ്ങോട്ട് ഫ്രണ്ടിൽ. അപ്പോൾ ഞാൻ ഇറങ്ങിയിട്ട് ഞാൻ പിന്നെ ഫ്രണ്ടിലായിട്ട് ഇവൾ പതുക്കെ ഇങ്ങനെ ബാക്കിലേക്ക് വലിഞ്ഞു. മോൻ ഫ്രണ്ടിൽ നടന്നങ്ങോട്ട് പോയി വണ്ടിയിലേക്ക്. മിജോ അവിടെ വന്ന് വെയിറ്റ് ചെയ്യാനുണ്ട്. സ്ഥിരമായിട്ട് മിജോയ്ക്ക് അറിയാം നമ്മൾ എത്രയൊക്കെ നേരത്തെ ഇറങ്ങാമെന്ന് പറഞ്ഞാൽ ഒരു 10 മിനിറ്റെങ്കിലും മിജോയിനെ ഞാൻ വെയിറ്റ് ചെയ്യിക്കുന്നു. അതുകൊണ്ട് പുള്ളി മിണ്ടാറില്ല, ഇപ്പോഴത്തെ ശീലമായി ഇതൊക്കെ. അപ്പോൾ ഇതൊക്കെ നമ്മൾ അവിടെ നിന്ന് പുറപ്പെട്ട ശേഷം നമ്മൾ നല്ല നല്ല കാഴ്ചകളൊക്കെ നമ്മൾ നമ്മുടെ യാത്ര തുടങ്ങുക കേട്ടോ. അപ്പോൾ നമ്മൾ രാവിലെ നമുക്ക് ഭക്ഷണം കഴിക്കാൻ സമയം കിട്ടില്ല. രാവിലെ കുറച്ച് തിരക്കുണ്ടായിരുന്നു, കുറച്ച് കാര്യങ്ങൾ ചെയ്ത് തീർത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പോകാൻ. അപ്പോൾ നമ്മൾ രാവിലെ ഒന്നും കഴിക്കാത്തതുകൊണ്ട് തന്നെ ഒരു ചായ കുടിച്ചിട്ട് പോകാമെന്നുള്ള രീതിയിൽ നമ്മളൊരു കടയിൽ കയറി. അപ്പോൾ അവിടെ നല്ല കട്ട്ലറ്റും കാര്യങ്ങളാണ്. ഞാനെല്ലാം മോനാണ് അതിന് ടേസ്റ്റ് അവനോട് അടിപൊളിയായിട്ടുണ്ടമ്മ എന്ന് പറഞ്ഞപ്പോൾ നമ്മളത് കഴിച്ച് പിന്നെയും നമ്മൾ വണ്ടിയിൽ കയറി യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഓരോ കാഴ്ചകളും കണ്ട് അതൊക്കെ നമ്മളുടെ ഫ്രെയിമിൽ പകർത്തി നമ്മൾ ആ വീഡിയോയൊക്കെ നമ്മുടെ ജീവിതത്തിൽ എന്ന് സൂക്ഷിക്കാൻ എൻ്റെ ലൈഫിൽ ഞാൻ ഈ ഇത്രയും പ്രായത്തിനിടയ്ക്ക് കുറച്ച് യാത്രകൾ ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതൊക്കെ എനിക്കെന്നും പുതിയ പുതിയ കാഴ്ചകളായിട്ട് തോന്നിയിട്ടുള്ളൂ. അപ്പോൾ നമ്മളത് കഴിഞ്ഞ് കുറച്ചും കൂടി യാത്ര ചെയ്ത ശേഷം നമ്മൾ ഒരു കടയിൽ കയറി ലഞ്ച് കഴിക്കാമെന്ന് വിചാരിച്ച് കയറി. പക്ഷേ നല്ല കാഴ്ചയിൽ നല്ല ഭംഗിയുണ്ടായിരുന്നു. പക്ഷേ ചോറ് കറികളൊന്നും കുഴപ്പമില്ലായിരുന്നു. പക്ഷേ മീനൊക്കെ വാങ്ങിയത് ഭയങ്കരമായിട്ട് മോശമായിരുന്നു. പക്ഷേ കംപ്ലൈൻ്റ് ആയിട്ടൊന്നും നമ്മൾ പറഞ്ഞൊന്നും ഇല്ല. നമ്മൾ പൈസയൊക്കെ കൊടുത്തിട്ട് നമ്മൾ അവിടെ നിന്ന് പുറപ്പെട്ടു. പിന്നെയും നമ്മുടെ യാത്ര ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഏകദേശം ഒരു 8 മണിയൊക്കെ ആകുമ്പോൾ എത്തുമെന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ നമ്മൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഒരുപാട് ലേറ്റായിട്ട് നമ്മൾ എത്തിയത് തന്നെ. അപ്പോൾ നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് പിന്നെയും നമ്മൾ നിർത്തി വണ്ടി ഇടയ്ക്ക് കുറച്ച് നേരം ഓടിക്കും, പിന്നെ കുറച്ച് നേരം നമ്മൾ നിർത്തി ഒന്ന് റിലാക്സ് ചെയ്തിട്ടൊക്കെയാണ് നമ്മൾ പിന്നെയും പുറപ്പെടുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു വാട്ടർഫോൾസ് ഉള്ളപ്പോൾ നമ്മൾ അവിടെയും നിന്ന് നിർത്തി കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത ശേഷം അവിടെ നിന്ന് നമ്മൾ പിന്നെയും നമ്മുടെ യാത്രയിൽ പോയി തുടർന്നുകൊണ്ടേ ഇരിക്കുക കേട്ടോ. ഇങ്ങനെ പോയി നമ്മളിത് തമിഴ്നാട് കയറാറായിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കുള്ള കുറേ കാഴ്ചകളും കാര്യങ്ങളൊക്കെ തന്നെ എല്ലായിടത്തും പകർത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. കാരണം ഇനി നമുക്ക് ഒരിക്കലും കൂടി ഇങ്ങോട്ട് വരുമോ എന്നൊന്നും നമ്മൾക്ക് അറിയില്ലാത്തത് കൊണ്ട് നമ്മളിതൊക്കെ നമ്മൾക്ക് കാണാൻ എപ്പോഴെങ്കിലുമൊക്കെ നമുക്കിങ്ങനെ മെമ്മറീസ് നമുക്ക് കാണാമല്ലോ, അതിന് വേണ്ടി നമ്മളിതൊക്കെ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് എല്ലാം. അപ്പോൾ ഇത് തമിഴ്നാട്ടിലേക്ക് നമ്മളിങ്ങനെ കയറി കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിപ്പോൾ ഈ യാത്ര ചെയ്ത് നോക്കുമ്പോഴേക്കും ഓട്ടോയിലൊക്കെ നമ്മളുടെയൊക്കെ കയറ്റിയിട്ടില്ല, ബാക്കിലൊക്കെ 3 പേരെയൊക്കെ ഇരുത്തിക്കൊണ്ട് പോവുകയാണ്. അപ്പോൾ നമ്മൾ ആ തമിഴ്നാട്ടിൽ കയറിയ ശേഷം നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി കടയിൽ പിന്നെയും കയറിയായിരുന്നു. അവിടെ ചായയും കുടിച്ച് നമ്മൾ നേരെ മധുരയിലെത്തി. അപ്പോൾ നമ്മൾ മധുരൈ ബൺ പൊറോട്ട കഴിക്കണമെന്ന് നമ്മളിവിടെ തന്നെ തീരുമാനിച്ചായിരുന്നു. അങ്ങനെ നമ്മൾ മധുരയിൽ ചെന്നിട്ട് ബൺ പൊറോട്ടയും ചിക്കനുമാണ് വാങ്ങിയത്. മട്ടനൊന്നും ഞാൻ കഴിക്കാത്തത് കൊണ്ട് തന്നെ ചിക്കനാണ് വാങ്ങിയത്. അപ്പോൾ നമ്മളിത് അതും കഴിച്ചു. അപ്പോൾ നമ്മളിത് ഈ ഒരു ഹോട്ടലിൽ നിന്നാണ് ഫുഡ് കഴിച്ചത്. GK ഫുഡ് കോർട്ട് എന്നാണ് ഇത് കടയുടെ പേര് കേട്ടോ. അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മൾക്ക് റൂം അറേഞ്ച്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ.